അപ്പം നമുക്ക് കൊഴുവ അല്ലെങ്കിൽ നത്തോലി അല്ലെങ്കിൽ ചൂടാന്ന് പറയുന്ന മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കുറേ നാളുകളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് മീൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ദുബായിലൊന്നും നല്ല ഫ്രഷ് ആയിട്ടുള്ള നത്തോലി എനിക്ക് കിട്ടാറില്ല. എപ്പോഴുമേ ഒരു ചീഞ്ഞ പോലത്തെ സാധനം കൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ എടുത്തു, പക്ഷേ എനിക്കെന്തോ ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നല്ല ചെറിയ ചൂട കിട്ടിയിട്ടുണ്ട്, നത്തോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തായാലും ഇത് കാണിച്ചു തരാമെന്ന്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അറിയാത്തതൊന്നുമല്ല. എന്നാൽ പോലും കുറച്ച് പേർക്ക് ഇങ്ങനെ അറിയാത്തതുണ്ടെങ്കിൽ അത് വലിയ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ചിലർ കത്രി ഉപയോഗിച്ചിട്ട് ചെയ്യും, ചിലർ കത്തി വെച്ചിട്ട്. ഞാൻ കത്തി തന്നെ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതിലൊന്ന് ചെതമ്പലൊന്നും ഇല്ല, ചെറിയ മീനായതുകൊണ്ട് ഇതിൽ ചെതമ്പലൊന്നും ഇല്ലാത്ത ചോരയൊന്നും ഇല്ലാത്തൊരു മീനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് കത്രി ഉണ്ടെങ്കിൽ കത്രി വെച്ച് ചെയ്തോളൂ കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് കളയുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷേ പലരും കളയാറില്ല. എന്നിട്ട് ഈ വാല് കളയുക, അതിനുശേഷം ഈ തല കളയുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ കുടലിങ്ങനെ കളയുക. എന്നിട്ട് ഈ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വൈറ്റ് കളറും ബ്ലാക്ക് കളറും ഇങ്ങനെ പൊക്കോളും. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു മീനാണ്. ഒരു അഴുക്കും എന്താ പറയുക, നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ സമാധാനം തോന്നും, സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നൊരു മീനാണ്. വെള്ളത്തിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത്രയും ക്ലിയർ ആയി കിട്ടും. കണ്ടോ, ഇതിലൊന്നുമില്ല. എല്ലാ ബ്ലാക്ക് കളറും പോയി, കുടലും പോയി, എല്ലാം പോയി. ഇതുപോലെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇതിൽ പിന്നെ വരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കും, നമ്മൾ തീര വെക്കാൻ ഉപയോഗിക്കും, കറി വെക്കാൻ ഉപയോഗിക്കും. പക്ഷേ സാധാരണ മീൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരയാറില്ല. പക്ഷേ ഇത് വരയേണ്ട ആവശ്യമൊന്നുമില്ല. തീരെ ചെറിയ പൊടിമീനായതുകൊണ്ട് വരയാറില്ല കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് നത്തോലി ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ കത്രിക ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ. പക്ഷെ ഇത് തീരെ പൊടിയായതുകൊണ്ട് കത്രികയുടെ ആവശ്യം വരുന്നില്ല. ചിലവർ തലയോട് കൂടിയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മളൊക്കെ തല കളയും. ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ റണ്ണിങ് വാട്ടറിൻ്റെ താഴെ പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടിട്ട് അതിൽ കൂടെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ക്ലീനായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ വന്നിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് വന്നിട്ട് കത്രി വെച്ചിട്ട് മാത്രം ചെയ്യാൻ അറിയുള്ളൂ. കത്തി പേടിയാന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കത്രി വെച്ച് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. പേസ്റ്റ് യൂസ് നമ്മൾ ഭർത്ത പറഞ്ഞ പോലെ വാല് വെട്ടുക, ഈ സൈഡ് വെട്ടുക. പക്ഷേ സൈഡൊന്നും ചിലർ വെട്ടാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി. എന്നിട്ട് തലയുടെ ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ഈ സൈഡിൽ നിന്ന് മാത്രം ലൈറ്റായിട്ട് അങ്ങോട്ട് എടുക്കുക. കത്രയുടെ ഈ സാധനം വെച്ചിട്ട് തന്നെ സാധനം കളയുക. അപ്പോൾ ഇങ്ങനെ കത്രി വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഇത്ര ഉള്ള പരിപാടി കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മീനത് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ആദ്യം തന്നെ കല്ലുപ്പ് ഇട്ടതിന് ശേഷം നന്നായി വാഷ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് സൊർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. സൊർക്കാന്ന് വെച്ചാൽ വിനീഗർ, അത് ഇട്ടിട്ടും വാഷ് ചെയ്തു. അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട്, പിന്നെ എന്തെങ്കിലും ഉളുമ്പ് മണം ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നത്തോലി ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്